ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നടന്ന RCB പഞ്ചാബ് 11 കിങ്സിൻ്റെ ഫൈനൽ IPL മാച്ച്. അതിൽ RCBയുടെ വിജയം, അത് 18 വർഷങ്ങൾക്ക് ശേഷം വിജയിച്ച RCBയുടെ ഒരു നല്ലൊരു ഇൻക്രെഡിബിൾ വിജയമാണത്. വിരാട് കോഹ്ലിക്ക് കിട്ടാത്തതായ ഈ IPL കിരീടം ഇതുവഴി സഫലമായി. ഈ വിജയത്തോടെ വിരാട് കോഹ്ലി കിട്ടാൻ ആഗ്രഹിച്ച IPL കിരീടവും കിട്ടി. അദ്ദേഹം മാത്യു ഹെയ്ഡനോട് പറഞ്ഞ വാക്കുകൾ എനിക്ക് വളരെ ഹൃദയസ്പർശിയായി തോന്നി. എന്തെന്ന് വെച്ചാൽ, വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് ഈ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ടെസ്റ്റ് മാച്ച് കളിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. People respect and what is a cricket? It's a test match. ടെസ്റ്റിലാണ് ക്രിക്കറ്റിൻ്റെ A to Z ഉള്ളത്. എന്തെന്ന് വെച്ചാൽ, ടെസ്റ്റ് മാച്ച് കളിക്കുമ്പോൾ നല്ല ക്ഷമ വേണം. ഫോർ എക്സാമ്പിൾ, ദ്രാവിഡ് കളിക്കുന്ന കളി, ടെസ്റ്റ് മാച്ച്, ഒരു ഓസ്ട്രേലിയയുടെ ഒരു കളിയിൽ 100 ബോളിൽ നിന്നാണ് 100 റൺസ് എടുത്തിട്ടുള്ളത്. അങ്ങനൊരു ഇത്. അപ്പോൾ അത് അത്രയും ഡിഫിക്കൽട്ടാണ്. ടെസ്റ്റ് മാച്ച് എന്ന് വെച്ചാൽ വെറുതെ അടിച്ച് കളിക്കുക, 6-4 അടിക്കുക എന്നല്ല. അത് പീപ്പിൾ റെസ്പെക്ട് ആൻഡ് വെരി ഇൻസൈഡ് ഓഫ് ദ ക്രിക്കറ്റ് ഇറ്റ് ഈസ് എ ടെസ്റ്റ് മാച്ച്. അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്, അത് അദ്ദേഹം മാത്യു ഹെയ്ഡനോട് പറഞ്ഞത് വെരി ഫീലിംഗ് ബിക്കോസ് അത് അങ്ങനെയാണ്. കാരണം നമ്മൾ ക്രിക്കറ്റ് വർഷങ്ങളോളം കണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവും, അത് കേൾക്കുമ്പോൾ. അപ്പോൾ എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അത് ഞാനൊരു RCB ഫാനാണ്. അതുകൊണ്ടല്ല പറയുന്നത്, നമ്മളെത്ര അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ ധോണി ഇപ്പോഴും IPL കളിക്കുന്നുണ്ട്. അടുത്ത സീസണും ധോണി കളിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ ഒരിക്കലും ധോണിയോട് റിട്ടയർഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ, ധോണിക്ക് ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാനുള്ള സ്റ്റെബിലിറ്റി ഉണ്ട്. ധോണി 6 അടിക്കുന്നതും ധോണിയുടെ ഷോട്ടുകളും എല്ലാം ഇപ്പോഴും ഒരു മോശവുമില്ല. സ്റ്റംപിങ് പെർഫെക്ഷൻ ആയാലും റണ്ണിങ് ആയാലും ഏജ് അല്ല അവിടെ പ്രശ്നം, നമ്മളെങ്ങനെ കളിക്കുന്നു എന്നതാണ് കാര്യം. അപ്പോൾ നിർത്തുന്നു. ഇനിയും ക്രിക്കറ്റ് പ്രേമികൾ ക്രിക്കറ്റിനെ ആരാധിക്കണം, ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ അടുത്ത സീസണിൽ നമ്മൾ തന്നെ ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ നഷ്ടപ്പെട്ടു. ഇനി അടുത്ത വേൾഡ് കപ്പിൽ ഇന്ത്യ തന്നെ കപ്പ് എടുക്കണം. വിരാട് കോഹ്ലി എനിക്ക് വിരാട് കോഹ്ലിയോട് പറയാനുള്ളത്, വിരാട് കോഹ്ലി ഇനിയും ഒരു 5 കൊല്ലം കൂടിയും വൺ ഡേ മാച്ചിൽ കളിക്കണം. വൺ ഡേ മാച്ചിൽ നിന്ന് ഒരിക്കലും ഈ ടൈമിൽ വിരമിക്കരുത്. ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത് കുറച്ച് പെട്ടെന്നായി പോയി. അങ്ങനെ പെട്ടെന്ന് വിരമിക്കേണ്ടത് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 4 കൊല്ലം കൂടിയും ടെസ്റ്റിൽ കളിക്കേണ്ടതായിരുന്നു. എന്തായാലും അത് ആളുടെ പേഴ്സണൽ ആഗ്രഹമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് വേറെ വീഡിയോ ഇതിനെ കുറിച്ചിട്ട് വേറെ മാറ്റർ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാറ്റർ ഇതാണ്. താങ്ക് യു.